ഒരു മാസം മുമ്പേ ഒരു 2-3 ശീവയ്ക്കാക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്കയെന്ന് പറയും, അത് ഒരു കവറിൽ കുഴിച്ച് വെച്ചു. അല്ലാതെ ഒരെണ്ണം വലിപ്പമുള്ളത് ഒരു ചെറിയ പോട്ടിലും സെപ്പറേറ്റായിട്ട് കുഴിച്ച് വെച്ചിരുന്നു. പക്ഷേ പോട്ടിലിരുന്ന ഒറ്റ ശീവയ്ക്കാക്കിഴങ്ങ് അമിതം വെള്ളമുള്ളൊരു സ്ഥലത്തായിരുന്നത്. അത് കാരണം അതങ്ങ് അഴുകി പോവുകയാണ് ചെയ്തത്. എന്നാൽ അധികം വെള്ളമില്ല, ഏതെങ്കിലും ഒരു നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഈ കവറിനകത്തിരുന്ന ശീവയ്ക്ക ഒരു മാസമൊക്കെ ആയി കിളിച്ച് വന്ന് ഇത്രടമായി നിൽക്കുകയാണിപ്പോൾ. ഇതാണ് അതിൻ്റെ ചെടി. അപ്പം അതിൻ്റെ ചോട്ടിൽ നിന്ന് ധാരാളം പുതിയ പുതിയ ചെടികൾ വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ചെടി കൊണ്ട് മറഞ്ഞ് നിൽക്കുകയാണ്. ഇത് ധാരാളം മുകുളങ്ങൾ പുറകിൽ നിന്ന് വരുന്നുണ്ട്. ഇത്രയും ശിഖരങ്ങളുണ്ടായി വരികയാണ്. അപ്പോൾ ഇതൊന്ന് പരിപാലിച്ച് നോക്കിയിട്ട് നല്ലവണ്ണം ഇതിനൊന്ന് കെയർ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ശീവയ്ക്കാക്കിഴങ്ങ് എത്ര കാലം കൊണ്ടുണ്ടാകുമെന്നും ഒരു ശീവയ്ക്കയുടെ ഒരു കിഴങ്ങ് കുഴിച്ച് വെച്ചാൽ എത്ര നാളാകുമ്പോൾ അതിൻ്റെ ഇലകൾ വന്ന് വലുതാകുമെന്ന് ഇപ്പം മനസ്സിലായി. 1 മാസത്തോളം എടുത്തു. ഇവിടുത്തെ എൻ്റെ കൃഷി വലുതായിട്ട് ചെയ്ത് പരിശീലനം ഇല്ലാത്ത ഒരു ശൈലിയിൽ തന്നെ 1 മാസം എടുത്തു. ഒരു പക്ഷേ കൃഷിക്കാർക്ക് ചിലപ്പോൾ അതിൽ നേരത്തെ മുളപ്പ് വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ അറിയാമായിരിക്കാം. അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇനി ഇതിൻ്റെ വേരിൽ നിന്നും പുതിയ ശീവയ്ക്കാക്കിഴങ്ങുകൾ ഉണ്ടായി വന്ന് അത് എത്ര നാളെടുക്കും അതിൻ്റെ വിളവെടുപ്പിന് എന്നുള്ള ആ ഒരു പരിശോധനയിൽ ആണ് ഈ കിഴങ്ങ് ഇങ്ങനെ നട്ടു വെച്ചിരിക്കുന്നത്. ഉണ്ടായി വന്നത് കാണിക്കുകയാണ്. അടുത്തത് അതിൻ്റെ കിഴങ്ങ് വരുന്ന ഒരു സമയമാവുകയും ധാരാളം ഇലകളൊക്കെ വന്ന് ബ്രാഞ്ചസൊക്കെ വന്നു കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ മൂട്ടിലേക്ക് വേരിൽ നിന്നും കിഴങ്ങ് ഉണ്ടായി വേരിനകത്തെ നോഡ്യൂൾസ് ഉണ്ടായി അതിൽ നിന്ന് ആ നോഡ്യൂൾസ് വലുതായാണ് കിഴങ്ങായി വരുന്നത്. അത് പ്രത്യേകം വീഡിയോയിൽ കാണിക്കാവുന്നതാണ്.